അസ്സലാമലൈക്കും. വലൈക്കും സലാം. വരെ സംസാരിക്കാൻ വയ്യാതെ എന്താ ഇങ്ങനെ പുറത്തൊക്കെ വന്നിരിക്കണ്? ഒന്നുമില്ല, കൊറേ നേരം ഇങ്ങനെ അകത്തിരിക്കുമ്പോഴേ ഉച്ചൊക്കെ കാണാൻ ഒരു പൂതിയായിട്ട് അങ്ങനെ ഇടക്ക് വന്നിരിക്കും. ഡോക്ടർ എന്നോട് പറഞ്ഞേ ആ തക്ക സമയത്ത് നിങ്ങളൊക്കെ പാടന്നെ അവിടെ എത്തിച്ചോണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കണെന്നാ. ഡോക്ടർ നമ്മളോടും പറഞ്ഞിരിക്കണ്. ആലോചിക്കാൻ വയ്യ മോനെ ആ നേരത്തുള്ള വേദനേ. ഓ ആലോചിക്കാൻ വയ്യ. ഞാനിപ്പോ നിങ്ങളെ വിളിപ്പിച്ചതേ ആശുപത്രി പോണോ? അല്ല ഒന്നല്ല, നമ്മളിപ്പോ വന്നല്ലേ ഉള്ളൂ. നീ പോവാണ്ടിരിക്കണ്ട പറ്റേ. ഇക്ക് 4 മക്കളാണെന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാലോ. അല്ല, 2 ആള് സൗദിയിലും ആണ്, 2 ആള് ദുബായിലും ആണ്. എനിക്കിപ്പോ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ ആ സമയത്ത് ഓടി എത്തപ്പോ നിങ്ങൾ അയൽവക്കക്കാരെ ഉണ്ടായുള്ളൂ. ആളെത്ര കച്ചറയാണെങ്കിലും നമ്മള് ചെയ്യേണ്ടത് ചെയ്യണ്ടേ പോയിക്ക. അപ്പോ ഞാൻ ഇപ്പൊ വിളിപ്പിച്ച കാര്യം എന്താ വെച്ചാല് അനക്കുള്ളൊരു നടവഴിയുടെ കാര്യത്തിനാണല്ലോ ഇപ്പൊ ഈ വക്കാണൊക്കെ ഉണ്ടായത്. അതൊന്നും ഇപ്പൊ നോക്കണ്ട, ആകെ പോട്ടെ. അല്ലല്ല, അത് പോട്ടെ നോക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കണേ എന്റെ പറമ്പ് മുതല് ഈ റോഡ് വരെ ഒരു 4 മീറ്റർ വീതിയിൽ ഒരു വഴി, ഒരു കാർ അങ്ങോട്ട് പോണം. അങ്ങനെ ഒരു സൗകര്യത്തിലുള്ളൊരു വഴി നിങ്ങൾക്ക് തരാനപ്പ ഞാൻ വിചാരിക്കണം. കാരണം ഇക്കിപ്പ ഉണ്ടായ മാതിരിയുള്ള ഇടങ്ങറ് ഇനി ഈ പറമ്പിലൊന്നും താമസിക്കണവർക്ക് ഉണ്ടാവരുത്. എന്റെ കാരണന്മാരുണ്ടാക്കിയ സ്ഥലമൊക്കെയാണ് ഇപ്പൊ ഇതൊക്കെ. പക്ഷെ അവരൊന്നും മയ്യത്തായപ്പോ ഇതൊന്നും കൊണ്ടുപോയില്ലല്ലോ. ഇപ്പൊ ഞാൻ മരണപ്പെട്ടാലും ഇതൊന്നും കൊണ്ടുപോകാൻ പോണില്ല. അയൽവക്കക്കാരെ വഴി തടഞ്ഞു വെച്ചാല് സ്വർഗത്തിലേക്കുള്ള അവനവന്റെ വഴി തടഞ്ഞൂന്നാ. അങ്ങനെ ആയിരിക്കുന്നല്ല, അങ്ങനെയാണ്. അതാണ് ഖുർആന്റെ വചനങ്ങള്. അതായത് ഹക്കായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ക്ഷമാശീലരും ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ്. കാലത്തെ സാക്ഷി നിർത്തി പറയാണ് ഖുർആൻ. അപ്പൊ ഞാൻ ഒരു മുസ്ലിമായിട്ട് 5 നേരം നിസ്കരിച്ചോണ്ട് കാര്യമില്ല. ഈ വചനങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നാ. അതപ്പൊ ഞാൻ ചെയ്യണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാല് ഇങ്ങക്ക് ഈ വഴി അങ്ങോട്ട് തുറന്നു തന്നിട്ട് എന്റെ ഹൃദയത്തിന്റെ വഴി ഞാൻ അങ്ങോട്ട് തുറക്കാണ്. മറിമായം